ഭരണപക്ഷത്തിന്റെ 100 ദിവസത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം കൂടി നമ്മളൊന്ന് വിലയിരുത്തണ്ടേ? അതല്ലേ അതിന്റെ ന്യായം? അപ്പൊ പ്രതിപക്ഷം എന്തൊക്കെ ചെയ്തു എന്ന് നമുക്കൊന്ന് നോക്കാം, കണ്ടു നോക്കാം. പ്രവീണ, ഭരണപക്ഷത്തെ നമ്മൾ വിലയിരുത്തി, അതുപോലെ തന്നെയാണ് പ്രതിപക്ഷത്തിനുമുണ്ടല്ലോ ആദ്യത്തെ 100 ദിവസം. എങ്ങനെയായിരുന്നു ആ 100 ദിവസത്തെ പെർഫോമൻസ്? ജനം എങ്ങനെയാണ് പ്രതിപക്ഷത്തിന് മാർക്കിടുന്നത്? സുപ്രഭാതം സുജയ. ഈ ആവനാഴിയിൽ അമ്പുണ്ടായിരുന്നു, പക്ഷെ അത് പ്രയോഗിക്കാൻ അറിയാതെ പാളിപ്പോയ ഒരു പ്രതിപക്ഷത്തെയാണ് ഈ 100 ദിനം കേരള രാഷ്ട്രീയം കണ്ടത്. രാഷ്ട്രീയമായ വലിയ തിരിച്ചടി കൂടി CPIM-നും CPI-ക്കും നേരിടേണ്ടി വന്നു എന്നുള്ളത് കൂടിയാണ്. പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തിയ, പ്രതിപക്ഷ നേതാവായി എത്തിയ പിണറായി വിജയന്റെ വീട്ടിലുണ്ടായ റെയ്ഡ്, മകൾക്കും മരുമകനും മുൻ മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസിനും നേരെ ഉണ്ടായ ആരോപണങ്ങളും കേസുകളും അടക്കമുള്ളവ ആ പാർട്ടിയെ തന്നെ, മുന്നണി ഒന്നാകെ തന്നെ പ്രതിരോധത്തിലാക്കിയെന്ന് പറയാതെ വയ്യ. ഇതിനൊപ്പമാണ് അർഹതപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPI നൽകാതെ വല്യേട്ടൻ കളിച്ചുകൊണ്ടുള്ള CPM-ന്റെ നിലപാടുണ്ടായിരുന്നത്. അതിനെതിരെ പരസ്യമായി നമുക്കറിയാം, ബിനോയ് വിശ്വം എന്ന് പറയുന്ന നേതാവ് ഒരു കാലത്തും അങ്ങനെ അത്ര കണ്ട് അഗ്രസീവായി പെരുമാറുന്ന ഒരാളല്ല. പക്ഷേ അതൊക്കെ വിട്ട്, ആ ലൈനൊക്കെ വിട്ട് CPM-നെതിരെ നിലപാടെടുത്തത് പച്ചയ്ക്ക് പറയുന്ന തരത്തിലേക്ക് CPI-യെ കൊണ്ടുചെന്ന് എത്തിച്ചു. ചുരുക്കത്തിൽ 10 വർഷം തുടർച്ചയായി ഭരിച്ച ശേഷം പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ എല്ലാ തരത്തിലുമുള്ള വീര്യവും ചോർന്ന്, എല്ലാ തരത്തിലുമുള്ള പ്രതിരോധവും ചോർന്ന ഒരു മുന്നണിയാണ് കാണാൻ കഴിഞ്ഞത്. സമരം പോലും കൃത്യമായി നടത്താനായിട്ടില്ല. നിയമസഭയിലൊക്കെയും ഒരു വിഷയം പോലും ഇല്ലാതെ, അടിയന്തര പ്രമേയം നടത്താത്ത വിഷയം, അടിയന്തര പ്രമേയം അവതരിപ്പിക്കാത്ത ദിനങ്ങൾ പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രയധികം രാഷ്ട്രീയമായ വിഷയങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും തന്നെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനാകാതെ സ്വയം പ്രതിരോധിച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് ഒരു പ്രതിപക്ഷം കൂപ്പുകുത്തുന്ന ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിലെ ആദ്യ കാഴ്ച കൂടിയാണ് സുജയ. അപ്പോൾ ഓണം കഴിയുമ്പോഴേക്ക് ഒന്നുകൂടി ഒന്ന് ഉണരണം പ്രതിപക്ഷം എന്നത് നമുക്കൊന്ന് അവരോട് പറയണം. എന്റെ അരിവാളെ തല പോവാതെ നോക്കണേ.